ചാവൂരിൽ അരുളി ചെയ്തതും പത്രോസ് തന്നെ 3 വരം ഉപേക്ഷിക്കുമെന്ന് അരുളി ചെയ്തതും അത്താഴം കഴിഞ്ഞ് തന്റെ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് 3 ശിഷ്യരോടുകൂടെ ഒരു തോപ്പിൽ ചെന്ന് തമ്പൂരാൻ നാളെ പുതിയ മേടിക്കണം ഇച്ചിരി മേടിക്കണം. 10-ാം ഭാഗം പെസഹ ആയത്തമാക്കുവാൻ തന്റെ ശിഷ്യരോട് കൽപ്പിച്ചതിൽ മണ്ണം ആയത്തമാക്കിയതും തന്റെ ആ ഒടുക്കത്തെ താഴത്തിൽ ശിഷ്യരുടെ കാൽ കഴുകുകയും യൂദാസ്കറിയാത്ത തന്നെ ഊറ്റിക്കൊടുക്കുന്ന വിവരം അറിയിക്കുകയും അതിന്റെയും മിഞ്ഞിന്റെയും സാദൃശ്യത്തിൽ തന്നെ മുഴുവനും തന്റെ പാവായിക്ക് പൂജ്യമായിട്ടും മനുഷ്യരുടെ മുമ്പിലെ നാളിൽ ശിഷ്യരോടൊത്തു ചോദിച്ച് ഈ പെസഹയുടെ ഭക്ഷണമേവിടെ മെന്നരുളിടുക പരമ താൻ ചാവൂരിൽ അരുളി ചെയ്തതും പത്രോസ് തന്നെ 3 വരം ഉപേക്ഷിക്കുമെന്ന് അരുളി ചെയ്തതും അത്താഴം കഴിഞ്ഞ് തന്റെ പിതാവിനെ സ്തുതിച്ചുകൊണ്ട് 3 ശിഷ്യരോടുകൂടി ഒരു തോപ്പിൽ ചെന്ന് തന്റെ ബാബായോട് പ്രാർത്ഥിച്ച് ചോര ഉയർത്തതും ഒടുക്കം മാലാഖ അതിന്റെ ശേഷം ശിഷ്യരെ ഉണർത്തിക്കൊണ്ട് ശത്രു കുളിയാത്തപ്പ
തിന്നേണ്ടു മുമ്പിലെ നാളിൽ ശിഷ്യരടുത്തു ചോദിച്ചത് ഈ പെസഹാടെ ഭക്ഷണമേവിടെ കോപ്പു കൂട്ടണ എന്നാരുളിടുക പരമ ശത്രുക്കളും കൊല്ലിക്കൊടുത്തതും കർത്താവിന്റെ ചെവിയെത്തിയപ്പോഴായിരുന്നു സ്വസ്ഥമാക്കിയതും കർത്താവിന്റെ ശത്രുക്കളെ കാരണം പദ്ധതി കൊണ്ടിരുന്നതും പിന്നീട് കയ്യാപ്പയുടെ പദ്ധതി കൊണ്ടുപോയതും കർത്താക്കോണം പലവിധം നല്ല സാക്ഷി ഉണ്ടാക്കുകയും പിന്നെയും പല വിധത്തിൽ കർത്താവിനെ കഷ്ടപ്പെടുത്തിയതും മുമ്പിലെ നാളിൽ ശിഷ്യരടുത്തു ചോദിച്ചത് ഈ പെസഹാടെ ഗുരു പറയുന്നു, എന്റെ സമയം സമാഗതമായി. ഞാൻ എന്റെ ശിഷ്യന്മാരോടുകൂടെ നിന്റെ വീട്ടിൽ പെസഹ ആചരിക്കും. യേശു നിർദ്ദേശിച്ചതുപോലെ ശിഷ്യന്മാർ പെസഹ ഒരുക്കി. വൈകുന്നേരമായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടൊത്ത് ഭക്ഷണത്തിനിരുന്നു. ഭക്ഷിച്ചുകൊണ്ടിരിക്കെ അവൻ പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ അതീവ ദുഃഖിതരായി, കർത്താവെ, അത് ഞാനല്ലല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി. അവൻ പ്രതിവദിച്ചു, എന്നോടുകൂടെ പാപത്തിൽ കൈമുട്ടുന്നുണ്ട്. തിന്നേണ്ടു മുമ്പിലെ നാളിൽ ശിഷ്യരടുത്തു ചോദിച്ചത്